ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു എം കോഡിംഗ്. സോ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് റിയാക്ട് ട്യൂട്ടോറിയൽ ആണ്. സോ ഇന്നത്തെ സെക്ഷൻ എന്ന് പറയുന്നത് നമ്മൾ വളരെ ഒരു ഇമ്പോർട്ടന്റ് സെക്ഷൻ ആണ് നമ്മൾ ഇത് കവർ ചെയ്യാൻ പോകുന്നത്, റിയാക്ട് റൗട്ടർ. ഓക്കെ, സോ ഈ സെക്ഷൻ എന്ന് പറയുന്നത് ഒരു ലെങ്തി ഇതായിരിക്കും. സോ ഞാൻ ഈ റിയാക്ട് റൗട്ടർ എന്ന് പറയുന്നത് ഒരു സെപ്പറേറ്റ് ഒരു പ്ലേലിസ്റ്റിൽ ഞാൻ ഇട്ടേക്കാം. ഓക്കെ, സോ നിങ്ങൾ റിയാക്ട് ഫസ്റ്റ് ടൈം ആണ് ഇത് പഠിക്കുന്നെങ്കിൽ നിങ്ങൾ അതിന് ഞാനൊരു സെപ്പറേറ്റ് ഒരു പ്ലേലിസ്റ്റ് ഇട്ടിട്ടുണ്ട്, റിയാക്ട് ഫോർ ബിഗിനേഴ്സ്. നിങ്ങൾക്ക് അത് ചെക്ക് ചെയ്യാവുന്നതാണ്. അത് കഴിഞ്ഞിട്ട് നമുക്ക് റിയാക്ട് റൗട്ടറിലേക്ക് നോക്കാം. ഓക്കെ, സോ എന്താണ് റിയാക്ട് റൗട്ടർ? റിയാക്ട് റൗട്ടർ എന്ന് പറയുന്നത് സ്റ്റാൻഡേർഡ് ലൈബ്രറിയാണ് ഫോർ റൗട്ടിംഗ് ഇൻ റിയാക്ട്. ഓക്കെ, ഇപ്പൊ ഞാൻ നോർമലി പറയുകയാണെങ്കിൽ ഇപ്പൊ ഒരു നമ്മുടെ സിംഗിൾ പേജ് ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഒരു സിംഗിൾ പേജിനകത്ത് മൾട്ടിപ്പിൾ കോമ്പോണൻസ് കാണും. ഓക്കെ, സോ ഈ മൾട്ടിപ്പിൾ കോമ്പോണൻസിനകത്തോട്ട് പോകുന്നെങ്കിൽ നമ്മൾ ഒരു ലിങ്ക് ക്ലിക്ക് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കോമ്പോണന്റ് നമ്മൾ നാവിഗേഷൻ ലിങ്ക് കാണും, അതായത് മേളിലത്തെ ഒരു ലിങ്ക് കാണും. അതിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ വേറൊരു പേജിലോട്ട് പോകും. അല്ലെങ്കിൽ നമുക്ക് ഡിഫറെന്റ് ഓരോ കോമ്പോണൻസിന് ഓരോ പേജ് ആയിരിക്കും വരുന്നത്. പക്ഷെ നമ്മൾ ആ ഓരോ പേജിലോട്ട് പോകുമ്പോൾ ഈ URL ഒരു മാറ്റം കാണത്തില്ല. ഇപ്പൊ സപ്പോസ് ഇപ്പൊ ഈ ഒരു സൈറ്റ് ആണ്, ഇപ്പൊ ഇത് ഒരു URL ആണ്. ഇപ്പൊ ഈ ഇത് കാണുന്ന കുറെ ലിങ്ക് ആണ്. ആക്ച്വലി ഈ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മൾ വേറെ പേജിലോട്ട് പോകും. പക്ഷെ വേറെ പേജിലോട്ട് പോയി കഴിഞ്ഞാൽ ഈ URL-ന് ചേഞ്ച് വരത്തില്ല. അതാണ് ഈ സിംഗിൾ പേജ് ആപ്ലിക്കേഷനിൽ വരുന്നത്. അപ്പൊ ഇങ്ങനെ വന്നു കഴിഞ്ഞാലുള്ള പ്രശ്നം എന്ന് പറഞ്ഞാല് ഈ നമ്മൾ ഈ URL എൻ്റർ ചെയ്യുമ്പോൾ ഈ പേജിനകത്ത് തന്നെ ഒരു സിംഗിൾ പേജിനകത്ത് തന്നെ മൾട്ടിപ്പിൾ പേജസും കൂടെ അതിനകത്തും ലോഡ് ചെയ്ത് വരും. ഓക്കെ, മൾട്ടിപ്പിൾ പേജസ് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ 10ഓ 20ഓ അതിൽ കൂടുതലും കാണും. അപ്പൊ ആ എല്ലാ പേജസ് എല്ലാം കൂടെ ആ ഒരു URL ലോഡ് ചെയ്ത് വരും. അപ്പൊ ഈ ലോഡ് ചെയ്ത് വരുമ്പോഴുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ അതിന്റെ പെർഫോമൻസിനെ ബാധിക്കും. ഓക്കെ, പെർഫോമൻസ് ഇഷ്യൂ ഉണ്ടാവാൻ ചാൻസ് വരും. അപ്പൊ അങ്ങനെ ഒഴിവാക്കാൻ വേണ്ടിയാണ് നമ്മൾ ഈ റൗട്ടർ എന്ന് പറയുന്ന സംഭവം നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇപ്പൊ റിയാക്ടിന് മാത്രമല്ല, ഇപ്പൊ ആംഗുലറിനും ഉണ്ട്, ആംഗുലർ റൗട്ടിങ്ങിനും ഉണ്ട്, അതുപോലെ തന്നെ വ്യൂവിനും ഉണ്ട്. സോ റിയാക്ടിന് റിയാക്ട് റൗട്ടർ എന്ന് പറഞ്ഞൊരു മൊഡ്യൂൾ ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇറ്റ് ഇനേബിൾസ് ദ നാവിഗേഷൻ എമൗണ്ട് വ്യൂസ് ഓഫ് വേരിയസ് കോമ്പോണൻസ് ഇൻ എ റിയാക്ട് ആപ്ലിക്കേഷൻ. നമുക്ക് റിയാക്ട് ആപ്ലിക്കേഷനകത്ത് തന്നെ നമുക്ക് വേരിയസ് കോമ്പോണൻസ് ഉണ്ട്. സോ ഈ വേരിയസ് കോമ്പോണൻസ് നമുക്ക് വ്യൂ ചെയ്യണമെങ്കിൽ നമ്മൾ ഈ നാവിഗേറ്റ് ചെയ്യണം. ഓക്കെ, ഈ നാവിഗേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഓരോ കോമ്പോണൻസിൽ പോകുമ്പോൾ നമ്മൾ ഈ റൗട്ടിങ്ങിന്റെ യൂസ്ഫുൾ വരുന്നു. ഓക്കെ, ഇപ്പൊ ഫീച്ചേഴ്സ് ഓഫ് റിയാക്ട് റൗട്ടർ എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് ഡിക്ലറേറ്റീവ് റൗട്ടിംഗ് ആണ്, നെസ്റ്റഡ് റോഡ്സ്, പ്രോഗ്രാമാറ്റിക് നാവിഗേഷൻ, റോഡ് പാരാമീറ്റേഴ്സ്, പിന്നെ ഇംപ്രൂവ്ഡ് ടൈപ്പ് സ്ക്രിപ്റ്റ് സപ്പോർട്ടാണ്. ഇത്രയൊക്കെ ഫീച്ചേഴ്സ് ആണ് വരുന്നത്. പിന്നെ കോമ്പോണൻസ് ഓഫ് റിയാക്ട് റൗട്ടർ എന്ന് പറഞ്ഞാൽ ഒന്ന് ബ്രൗസർ റൗട്ടർ ആൻഡ് ഹാഷ് റൗട്ടർ. ഇതിൽ ബ്രൗസർ റൗട്ടർ ആണ് നമ്മൾ കോമൺലി യൂസ് ചെയ്യുന്നത്. ഹാഷ് റൗട്ടർ എന്ന് പറഞ്ഞാൽ ഹാഷ് ആയിട്ടുള്ള URL സപ്പോർട്ട് ചെയ്യുന്നതാണ്. പിന്നെ വരുന്ന റൗട്ട്സ് ആൻഡ് റൗട്ട് എന്ന് വരും. പിന്നെ ലിങ്ക് ആൻഡ് നാവ് ലിങ്ക് വരും. ഓക്കെ, സോ ഇതില് നമുക്ക് റിയാക്ട് റൗട്ടർ നമുക്ക് എങ്ങനെ യൂസ് ചെയ്യാം, അതിനുള്ള സ്റ്റെപ്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഒന്ന്, നിങ്ങൾ പ്രോജക്റ്റ് ക്രിയേറ്റ് ചെയ്യുക. ഓക്കെ, പ്രോജക്റ്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്തതിന് ശേഷം നമ്മളൊരു മൊഡ്യൂൾ എന്ന് പറഞ്ഞൊരു റിയാക്ട് റൗട്ടർ എന്ന് പറഞ്ഞൊരു ലൈബ്രറി, ഓക്കെ, ലൈബ്രറി നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുക. ഇപ്പൊ npm ഇൻസ്റ്റാൾ റിയാക്ട് റൗട്ടർ -DOM @6 എന്ന് പറയുന്നത് അതിന്റെ വെർഷൻ ആണ്. നമ്മൾ റിയാക്ട് റൗട്ടർ -DOM മാത്രം കൊടുത്തു കഴിഞ്ഞാൽ അതിന്റെ ലേറ്റസ്റ്റ് ആയിരിക്കും എടുത്തുകൊണ്ട് വരുന്നത്. പിന്നെ ഇതിന്റെ ഫോൾഡർ സ്ട്രക്ചർ ഒക്കെ കാണിക്കുന്നുണ്ട്. ഇതിൽ വരുമ്പോൾ CSS CSS, ജാവാസ്ക്രിപ്റ്റ്. പിന്നെ ജാവാസ്ക്രിപ്റ്റിൽ പോയി കഴിഞ്ഞാൽ നമ്മൾ ഈ റിയാക്ട് റൗട്ടർ DOM ഈ ഒരു ലൈബ്രറി നമ്മൾ ഇവിടെ ഇമ്പോർട്ട് ചെയ്യണം. ബ്രൗസർ റൗട്ടർ എന്ന് പറഞ്ഞുകൊണ്ട് റൗട്ട്സ്, റൗട്ട്, ഇതൊക്കെ എല്ലാം റിയാക്ട് റൗട്ടർ DOM ലൈബ്രറിനകത്ത് വരുന്നതാണ്. പിന്നെ അത് കഴിയുമ്പോൾ നമുക്ക് ഇവിടെ റൗട്ട്സ് നമ്മൾ ഇവിടെ യൂസ് ചെയ്യും. ഇത് നമ്മൾ ഓരോ സെക്ഷനും നമ്മൾ പോകെ നമ്മൾ കവർ ചെയ്ത്. ഓക്കെ, സോ അത് ഇപ്പൊ നമ്മൾ ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ മാത്രമാണ്. ഇപ്പൊ ഇതിനകത്ത് പോയി കഴിഞ്ഞാൽ ഇതുണ്ട് കേട്ടോ, ഇതിൽ അവർ എക്സാമ്പിൾ തന്നെ തന്നിട്ടുണ്ട്. അതായത് ഇവിടെ കോണ്ടാക്ട് ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ ഇവിടെ URL ചേഞ്ച് ആവുന്നുണ്ട്. എബൌട്ട് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെയും ചേഞ്ച് ആവുന്നുണ്ട്. എബൌട്ട് ടീം ഇവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ ആ URL ചേഞ്ച് ആവുന്നുണ്ട്. ഓക്കെ, സോ നമ്മൾ ഒരു URL ലോഡ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എല്ലാ മൾട്ടിപ്പിൾ പേജസ് ലോഡ് ചെയ്ത് കാണിക്കണ്ട. നമുക്ക് ആ ഒരൊറ്റ പേജിൽ മാത്രം ലോഡ് ചെയ്തിട്ട്
നമ്മൾ ഓരോ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ മാത്രം ആ കോമ്പോണന്റ് ലോഡ് ചെയ്ത് കാണിച്ചാൽ മതി. അതിനാണ് ഇവിടെ നമ്മൾ ഒരു റൗട്ടറിന്റെ സഹായം നമുക്കിവിടെ വരുന്നത്. ഓക്കെ. പിന്നെ ഇവിടെ യൂസസ് ഓഫ് റിയാക്ട് റൗട്ടർ എന്ന് പറഞ്ഞിട്ടുണ്ട്. നാവിഗേഷൻ ആൻഡ് റൗട്ടിംഗ് ഉണ്ട്, ഡൈനാമിക് റൗട്ടിംഗ് വരുന്നുണ്ട്, URL മാനേജ്മെന്റ് വരുന്നു, കോമ്പോണന്റ് ബേസ്ഡ് അപ്രോച്ച് എന്ന് പറയും. ഇവിടെ geeks4geeks.org എന്ന് പറഞ്ഞ സൈറ്റ് ഉണ്ട്. നിങ്ങൾക്ക് ഇതിനകത്ത് ഇത് വായിച്ച് നോക്കാം. ഓക്കെ. സോ ഇത്രയും യൂസസ് ആണ് നമുക്ക് റിയാക്ട് റൗട്ടറിൽ വരുന്നത്. സോ സിംഗിൾ പേജ് ആപ്ലിക്കേഷൻ ആണ് നമ്മുടെ റിയാക്ട് ആപ്പിൽ വരുന്നത്. സോ റൗട്ടർ ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻ്റ് ആണ്. റൗട്ടറിന്റെ യൂസ് ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾക്ക് പെർഫോമൻസ് നമ്മൾ ബൂസ്റ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഓക്കെ. ഇപ്പോൾ നിങ്ങൾ ഒരു ജസ്റ്റ് ഒരു പ്രോജക്റ്റ് ക്രിയേറ്റ് ചെയ്യുക, ഒരു റിയാക്ട് ആപ്പ് പ്രോജക്റ്റ് ക്രിയേറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ ഒരു മൊഡ്യൂള് ഇൻസ്റ്റാൾ ചെയ്യുക. ഇവിടെ നോട്ട് npm ഇൻസ്റ്റാൾ റിയാക്ട് റൗട്ടർ -DOM എന്ന് പറഞ്ഞൊന്ന് ഉണ്ട്. സോ അതിന് മുന്നേ റിയാക്ട് റൗട്ടർ എന്ന് പറഞ്ഞൊരു വെബ്സൈറ്റ് ഉണ്ട്. ഇപ്പൊ ഇതില് 6.4 ആണ് ലേറ്റസ്റ്റ്. ചിലപ്പോൾ V5 ആയിരിക്കും വരുന്നത്. V5ലാണ് കൂടുതലും യൂസ് ചെയ്യുന്നത്. പക്ഷെ ഇപ്പൊ 6.4 ആണ് ലേറ്റസ്റ്റ് വന്നിരിക്കുന്നത്. ഇതിനകത്ത് പോയി കഴിഞ്ഞാൽ ഇതിനകത്ത് ഒരുപാട് ഡോക്യുമെന്റ്സ് ഉണ്ട്. ബ്രൗസർ റൂട്ടർ, ഇത് ഇത്രയും സംഭവങ്ങളൊക്കെ ഉണ്ട്. ഇതിൽ നിങ്ങൾക്ക് നോക്കാവുന്നുള്ള. ഓക്കെ. നമുക്ക് ഇപ്പൊ എന്തെങ്കിലും ചെയ്യാനുണ്ടെങ്കിൽ, ഇപ്പൊ റിയാക്ട് റൗട്ടറിൽ നമുക്ക് എന്തെങ്കിലും ഡൗട്ട്സ് വരികയാണെങ്കിൽ നമുക്ക് ഇതിന്റെ വെബ്സൈറ്റിൽ പോയി കഴിഞ്ഞാൽ ഇതിന്റെ ഡോക്യുമെന്റ്സിൽ നമുക്ക് ചെക്ക് ചെയ്യാവുന്നതാണ്. ഓക്കെ. ഇത്രയും സംഭവങ്ങളുണ്ട്. നമ്മൾ ഇത് പോകെ നമ്മൾ ഈ സെക്ഷനിൽ കവർ ചെയ്ത് പോകും. ഓക്കെ. അതിൽ നമ്മൾ ഇമ്പോർട്ടന്റ് കാര്യങ്ങൾ മാത്രമേ നമ്മൾ കവർ ചെയ്യത്തുള്ളൂ. ബാക്കിയെല്ലാം ഓപ്ഷണൽ ആണ്. അത് നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാന്നുള്ളൂ. ഓക്കെ. സോ ഞാൻ ഇവിടെ ഒരു പ്രോജക്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി എനിക്ക് വേണ്ടത് ഇതിന്റെ ലൈബ്രറി ഇൻസ്റ്റാൾ ചെയ്യണം. npm ഇൻസ്റ്റാൾ റിയാക്ട് -റൗട്ടർ -DOM എന്ന് പറഞ്ഞ് കൊടുത്തു കഴിഞ്ഞാൽ എനിക്കിത് റിയാക്ട് -റൗട്ടർ -DOM എന്ന് പറഞ്ഞൊരു ലൈബ്രറി ഇൻസ്റ്റാൾ ആവും. ഓക്കെ. സോ ഇവിടെ ഇൻസ്റ്റാൾ ആയിട്ടുണ്ട്. അപ്പൊ ഇത്രയാണ് നമുക്ക് ഈ ഒരു സെക്ഷനിൽ നോക്കുന്നത്. സോ ഇതൊരു ഇൻട്രൊഡക്ഷൻ ആണ്. നമുക്ക് നെക്സ്റ്റ് നമുക്ക് എങ്ങനെയാണ് റൗട്ട് ഡിഫൈൻ ചെയ്യുന്നത് നമുക്ക് ഇനി അടുത്ത വീഡിയോയിൽ ചെയ്യാം. സോ ഓക്കെ.